ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ കൂടെയുള്ളവരെയും ഞങ്ങൾ നിരവധിയായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പദ്ധതികളും ഞങ്ങളുടെ ഉത്കണ്ഠകളും രോഗങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത്, കർത്താവെ കൃപകളെ ഓർത്ത്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ നേടിയെടുത്തതിനെ എല്ലാം ഓർത്ത് ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പ് ചോദിക്കുകയാണ്. നീ തന്നതല്ലാതെ ഒന്നുമില്ല, ഞങ്ങൾ നേടിയെടുത്തതൊന്നുമില്ല, നിന്റെ കരുണയാൽ ലഭിച്ചത് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ എളിമയും സംസാരത്തിൽ വിനയവും ഇപ്പോഴും ഞങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.